നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ശിക്ഷാവിധി 15-ാം തീയതിയാണ്. അരുൺ ആലത്തൂരിലേക്ക് വളരെ വേഗം. അരുൺ, ശിക്ഷാവിധി 15-ാം തീയതി എന്ന് ഉറപ്പായിരിക്കുന്നു, പറഞ്ഞോളൂ. രാഖി, ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ കോടതി ശിക്ഷാവിധി പ്രസ്താവം 15-ാം തീയതി നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരം. കോടതി ഈ കേസ് പരിഗണിക്കുന്നത് 15-ലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഏതായാലും 15-ലേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. സാധാരണ നമുക്കറിയാം, എല്ലാ കേസുകളിലും കോടതി എപ്പോഴും കുറ്റക്കാരനാണെന്ന് ഒരു കണ്ടെത്തുകയും അതിനെ തുടർന്നുള്ള ശിക്ഷാവിധി പിന്നീട് ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷത്തേക്കോ മാറ്റിവെക്കാറാണ് പതിവ്. ഇതേതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്ന് ആദ്യം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല. അതിന് പകരം 15-ാം തീയതി ആയിരിക്കും ഇനിയിപ്പോൾ ശിക്ഷാവിധി ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ ചെന്താമരയെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, പ്രോസിക്യൂട്ടർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഇനി എന്താണ് ഈ വിഷയത്തിലൊരു പ്രതികരണം എന്നൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് നിർണായകമായത്, പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതിലേക്ക് വഴിവെച്ചത് എന്തൊക്കെ ഘടകങ്ങളാണ് തുടങ്ങി വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വക്കീൽ, പ്രോസിക്യൂട്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തേക്ക് വരുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാവുമെന്നുള്ളതാണ്. നിലവിൽ ഏതായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കേസിന്റെ ശിക്ഷാവിധി 15-ന് എന്നുള്ളൊരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കേസ് വീണ്ടും പരിഗണിക്കുക 15-ന് എന്നുള്ളതാണ്. അതുതന്നെയായിരിക്കും ഏതായാലും ശിക്ഷാവിധി ഇനി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കേസിൽ കോടതി പരിഗണിച്ച സമയത്ത് ആദ്യം തന്നെ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കൃത്യമായിട്ട് തന്നെ ചോദിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് പ്രതി പറയുന്നത് തന്നെ വേണമെങ്കിൽ തൂക്കിക്കൊന്നോളൂ എന്ന തരത്തിലാണ് കോടതിയോട് പ്രതിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായത് എന്നുള്ളതാണ്. അതിനുശേഷം ഈ ജില്ലാ സൈക്കോളജിസ്റ്റ് ഈ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് കൂടി കോടതിയിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ തന്നെ ഈ ചെന്താമര എന്ന കൊടും ക്രിമിനലിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതി നിരന്തരം ഈ കോടതിയിൽ വെച്ച് പല ആളുകളെയും വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഈ കോടതി വരാന്തയിൽ വെച്ച് പോലും ഇനിയും തനിക്കെതിരെ നിന്നാൽ അവരെയൊക്കെ വകവരുത്തും എന്നൊക്കെ തരത്തിലുള്ള പ്രതികരണം ഈ ചെന്താമരയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു മാനസിക നിലയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അതായത് ഒരു പക, നിരന്തരമായിട്ടൊരു പക ഉണ്ടാകുന്നു. ആ പകയ്ക്ക് ശേഷം അടങ്ങാത്ത പക മൂലം വീണ്ടും വീണ്ടും കൊലപാതകങ്ങൾ നടത്തുന്നു. ആ കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം വീണ്ടും ഇനിയും കൊലപാതകം നടത്തുമെന്ന് പറയുന്ന പ്രതി ഇത്തരം ഒരു വ്യക്തി പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ഒരുപാട് ആളുകളുടെ ജീവൻ ഇനിയും പൊലിയുന്നതിലേക്ക് വഴിവെക്കും എന്നുള്ളത് നേരത്തെ തന്നെ വിമർശനങ്ങളായിട്ട് ഉയർന്നിരുന്നു. ഏതായാലും ആ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നേ ദിവസം പോലും വേണ്ടി വന്നാൽ മറ്റുള്ളവരെയും കൊല്ലുമെന്ന് ഇയാൾ ഭീഷണി മുഴക്കി എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ടല്ലോ. അതായത് ഇയാൾ ഒരു കാരണവശാലും ഇനി എന്ത് ശിക്ഷ ലഭിച്ചാലും ഇയാളുടെ മാനസിക നില മാറാൻ പോകുന്നില്ല, പശ്ചാത്തപിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന ആവശ്യം ഉയർന്നത്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവന് കൂടി ആപത്താണ്. നേരത്തെ 2019-ലെ വധക്കേസുമായി ബന്ധപ്പെട്ട, കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ പിന്നീട് പരോളിൽ ഇറങ്ങുന്ന സമയത്ത് ഇരട്ട കൊലപാതകം ഒഴിവാക്കാനുള്ള ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല, ഒരു കരുതലും ഉണ്ടായില്ല. അതുതന്നെയാണ് ഈ ഇരട്ടക്കൊലക്കേസ് ഉണ്ടാകാനുള്ള കാരണവും, അല്ലേ? അപ്പോൾ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ്, ഇയാൾക്ക് ഒരു പരോൾ പോലും ലഭിക്കാൻ പാടില്ല എന്നുള്ളതാണ് സാഹചര്യം. തീർച്ചയായിട്ടും രാഖി, ഇനിയും ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ആളുകൾ അവർക്ക് ജീവൻ നഷ്ടമാവുന്നതിലേക്ക് വഴിവെക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ പ്രതി പറഞ്ഞത് തൻ്റെ ഈ കുടുംബം തകർക്കുന്നതിന് വഴിവെച്ചത് സജിതയുടെ കുടുംബവും മാത്രമെന്നല്ല, മറ്റൊരു കുടുംബം, അതായത് പുഷ്പ എന്നൊരു സ്ത്രീയെ ഉൾപ്പെടെ, അയൽവാസി തന്നെയാണ്, അവരെ ഉൾപ്പെടെ തനിക്ക് കൊല്ലണമെന്ന് ഈ പ്രതി തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ പറഞ്ഞിട്ടുള്ള പ്രതിക്ക് തനിക്കെതിരെ ആര് നിന്നാലും അവരെയൊക്കെ വകവരുത്തി കളയും എന്നൊക്കെയുള്ള മനോനിലയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ പ്രതി ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് ആളുകളുടെ ജീവന് ഭീഷണിയാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ സാഹചര്യത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കേസ് എന്ന നിലയിൽ ഇയാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകാനുള്ള സാധ്യത കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കോടതി അത്തരത്തിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകുന്നതിലേക്ക് എത്തുമോ എന്നുള്ളത് ഏതായാലും നമുക്ക് 15-ാം തീയതി അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ ഏതായാലും കോടതി കേസ് പരിഗണിച്ചതിന് ശേഷം പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിനുശേഷം ആ പ്രതി കുറ്റക്കാരനാണെന്ന്
കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കുന്നു. 4th അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജിയായിട്ടുള്ള കെനത്ത് ജോർജ് ആണ് ഇന്നിപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് വിധിച്ചത്. അതിനുശേഷം ചെന്താമരയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. തന്നെ വേണമെങ്കിൽ തൂക്കിക്കൊന്നോളൂ എന്നുള്ള ലാഘവത്തോടെയുള്ള ഒരു മറുപടിയാണ് ഈ ചെന്താമരയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ്. നിരന്തരം ഈ ചെന്താമര എന്ന വ്യക്തി ഭീഷണികൾ മുഴക്കുന്നു, അതുപോലെ തന്നെ ഇനിയും കൊലപാതകം നടത്തുമെന്ന് പറയുന്നു. ഇന്നിപ്പോൾ കോടതിയിൽ എത്തിയപ്പോൾ പോലും അയാളുടെ ശരീരഭാഷയും മറ്റുമൊക്കെ വളരെ ലാഘവത്തോടെയുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെന്താമരയാണ്. ആ ചെന്താമര പോലീസ് ഉദ്യോഗസ്ഥരോടും വക്കീലിനോടും ഒക്കെ വളരെ ലാഘവത്തോടെ സംസാരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ ഒരു കൂസലുമില്ലാതെയാണ് ഈ ഒരു പ്രതി കോടതിയിൽ ഓരോ വിചാരണ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് പ്രതിയെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ വിധി പ്രസ്താവിക്കുന്ന ദിവസം പോലും, അല്ലെങ്കിൽ ഈ പ്രതി കുറ്റക്കാരനാണെന്ന് ഈ കോടതി വിധിച്ചിരിക്കുന്ന ഇന്നത്തെ ദിവസം പോലും പ്രതി വളരെ ലാഘവത്തോടെ, വളരെ ഒരു കൂസലുമില്ലാതെ, താൻ ചെയ്തിട്ടുള്ള കൊലപാതകത്തിൽ ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് പ്രതിയെ ഇപ്പോഴും നമുക്ക് ചിരിച്ചും കളിച്ചും ഒക്കെ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ പോലും കാണാൻ സാധിക്കും ആ വക്കീലുമാരോടും മറ്റുമൊക്കെ ചിരിച്ചും കളിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെന്താമരയാണ് നമുക്ക് അവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ താൻ ചെയ്ത കുറ്റത്തിന് യാതൊരു കുറ്റബോധവും ഇല്ല എന്ന് മാത്രമല്ല, ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം പ്രതി ഇനിയും ഈ ഒരു പുറത്തിറങ്ങുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആളുകളെ വകവരുത്തുന്നതിന് ഉൾപ്പെടെ ഉള്ള ഒരു മനോനിലയുള്ള വ്യക്തിയാണ്. ആ സാഹചര്യത്തിൽ പ്രതിക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണം എന്നുള്ളത് തന്നെയാണ് പ്രധാന ആവശ്യമായിട്ട് ഉയരുന്നത്. നേരത്തെ സുധാകരന്റെ മക്കളും മറ്റുമൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത്തരത്തിലൊരു ആവശ്യം തന്നെയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന നിലയിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് അത്തരം നടപടികൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഏതായാലും 15-ാം തീയതി അറിയാൻ സാധിക്കും. ഏതായാലും 2025 നടന്ന ഇരട്ടക്കൊലപാതകം, 2025 ജനുവരി 27 നാടിനെ നടുക്കിയ ആ ഒരു ഇരട്ടക്കൊലപാതകത്തിൽ 1.5 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഏതായാലും കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഏതായാലും 15-ാം തീയതി കോടതി വീണ്ടും കേസ് പരിഗണിക്കും. ആ വീണ്ടും കേസ് കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ ശിക്ഷാവിധി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നെന്മാറ ഇരട്ടക്കൊല കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. ശിക്ഷാവിധി മറ്റന്നാൾ 15-ാം തീയതിയാണ് ഉണ്ടാവുക. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പറഞ്ഞത്. 2025 ജനുവരി 27 കേസിന് ആസ്പദമായ സംഭവം. എന്തായാലും അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇത് പരിഗണിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. കാരണം നേരത്തെ നടന്ന ഒരു കൊലപാതകത്തിലുള്ള അതിന്റെ ബാക്കി പത്രം എന്നോണം നടന്ന ഇരട്ടക്കൊലപാതകങ്ങളാണ്. അപ്പോൾ ഈ പരോളിൽ ഇറങ്ങുന്ന ഘട്ടത്തിൽ പോലും ഈ ഇരട്ടക്കൊലപാതകങ്ങൾ ഒഴിവാക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല. പോലീസ് യാതൊരു ജാഗ്രതയും കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു പ്രതിക്ക് പരോൾ പോലും ലഭിച്ചാൽ മറ്റുള്ളവരുടെ ജീവന് പോലും ആപത്താണ് എന്നുള്ള കാര്യം കൂടി കോടതി തിരിച്ചറിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അരുൺ ആലത്തൂരിലേക്ക്. അരുൺ, ചെന്താമര ഇപ്പോൾ കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പ്രതികരണം പ്രതീക്ഷിക്കുന്നു. ചെന്നവരെ എന്തുകൊണ്ടാണ് വധശിക്ഷയ്ക്ക് വിധിച്ചോളൂ എന്ന് പറഞ്ഞത്? ചെന്നവരെ നീ പറയണ്ടോ? നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര ഇപ്പോൾ കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോലീസ് വാഹനത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മാധ്യമങ്ങൾ പ്രതികരണം ആരായുന്നുണ്ട്, പക്ഷേ ഇയാൾ മിണ്ടുന്നില്ല. യാതൊരു കൂസലുമില്ലാതെയാണ് ഇനി ഇയാൾ കോടതി മുറിയിലേക്ക് പോയത്. ഇപ്പോൾ പോലീസ് വാഹനത്തിൽ തിരിച്ച് കയറ്റിയിരിക്കുന്നു. തത്സമയ ദൃശ്യം. കേരളത്തെ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ ഇപ്പോൾ
കോടതി മുറിയിൽ നിന്ന് പോലീസ് വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഈ കുറ്റവാളിയുമായി മടങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കാണുന്നത്. മാധ്യമങ്ങൾ ഇയാളുടെ പ്രതികരണം ആരാഞ്ഞുവെങ്കിലും അയാൾ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് കോടതി മുറിയിൽ ജഡ്ജി ചോദിച്ചിരുന്നു എന്തെങ്കിലും പറയാനുണ്ടോ ചെന്താമര എന്ന്. ആ ഘട്ടത്തിൽ അയാൾ പറഞ്ഞത് ഒന്നും പറയുന്നില്ല, തന്നെ തൂക്കിക്കൊന്നോളൂ എന്നുള്ള വളരെ രാഘവത്തോടു കൂടിയുള്ള മറുപടി. ഒപ്പം തന്നെ കോടതിയിൽ പോലും വെല്ലുവിളിക്കുകയായിരുന്നു അയാൾ. വേണ്ടി വന്നാൽ മറ്റ് കൊലപാതകങ്ങളും അയാൾ നടത്തും എന്ന വെല്ലുവിളിയാണ് ഉയർത്തിയത്. ശിക്ഷാവിധി മറ്റന്നാൾ ഉണ്ടാകും. അരുൺ ആലത്തൂരിലേക്ക് ഒരിക്കൽ കൂടി. അരുൺ, ഇപ്പോൾ പ്രതി എന്നുള്ളതല്ല, കുറ്റവാളി എന്ന് തന്നെ അയാളെ ഇനി പറയണം. കുറ്റവാളി അവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു. എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്? മറ്റൊരു രാഖി, ഈ ചെന്താമരയെ ഇപ്പോൾ ഏതായാലും കോടതിയിൽ നിന്ന് പോലീസ് കൊണ്ടുപോയിരിക്കുന്നു, ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത ദിവസമായിരിക്കും കൊണ്ടുവരിക. അതായത് 15-ാം തീയതി പ്രതിയെ വീണ്ടും കോടതിയിലേക്ക് കൊണ്ടുവരും. അന്നായിരിക്കും ഏതായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ശിക്ഷാവിധി ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏതായാലും കോടതി വരാന്തയിൽ ഇന്നിപ്പോൾ നമ്മൾ ആവർത്തിച്ച് ചെന്താമരയോട് ചോദിച്ചു എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചെന്താമര കോടതിയിൽ തന്നെ തൂക്കിക്കൊന്നോളാൻ പറഞ്ഞത് ഏത് സാഹചര്യത്തിലായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു. ആ സമയത്ത് ചെന്താമര അതിനോട് ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ പുറത്തേക്ക് വരും. എന്താണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ പറയുന്നതെന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. കാരണം കോടതിയിൽ ഏത് തരത്തിലായിരുന്നു വിധി പ്രസ്താവന നടന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ജഡ്ജ് പറഞ്ഞത്, ഏതായാലും ചെന്താമര ഏത് തരത്തിൽ പ്രതികരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏതാനും നിമിഷങ്ങൾക്കകം പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെയുള്ള പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ്. ഏതായാലും കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ചെന്താമരയോട് ആവർത്തിച്ച് ചോദിച്ചു എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചെന്താമരയ്ക്ക് ഇനി പറയാനുള്ളത്. ഇപ്പോൾ കോടതി ഏതായാലും താങ്കൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ ചെന്താമര അതിന് യാതൊരു തരത്തിലും പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് കോടതിയോട് തന്നെ തൂക്കിക്കൊന്നോളാൻ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അതിനും ചെന്താമരയുടെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇതേ ചെന്താമര ഇതിനു മുൻപ് ഇതേ കോടതി വരാന്തയിൽ വെച്ച് പലതവണ പല വെല്ലുവിളികൾ നടത്തിയിരുന്നു. കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന പ്രതികരണങ്ങൾ ചെന്താമരയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മാത്രമല്ല, താൻ ഇനിയും കൊലപാതകങ്ങൾ നടത്തും, തനിക്ക് ഇനിയും പലരോടും പ്രതികാരമുണ്ട്, പുഷ്പ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ വകവരുത്തുമെന്നൊക്കെ അന്ന് ചെന്താമര ഇതേ കോടതി വരാന്തയിൽ വെച്ച് പറഞ്ഞിരുന്നു. ഇന്ന് ഏതായാലും ഈ കോടതിയിലേക്ക് എത്തിയ ചെന്താമര വളരെ ലാഘവത്തോടെ ഒരു കൂസലുമില്ലാതെ ചിരിച്ചും കളിച്ചുമൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരോടും വക്കീൽമാരോടും ഒക്കെ സംസാരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഒരു വശത്ത് കണ്ടത്. അങ്ങനെ ആ ഒരു ലാഘവത്തോടെ ഒരു കൂസലുമില്ലാതെ പ്രതികരിച്ച ചെന്താമര പിന്നീട് കോടതിയിൽ ജഡ്ജിയോട് മുന്നിൽ പോലും തന്നെ വേണമെങ്കിൽ തൂക്കിക്കൊന്നോളൂ എന്നൊക്കെ തരത്തിലുള്ള പ്രതികരണമായിരുന്നു ഉണ്ടായത്. അങ്ങനെ പ്രതികരിച്ച ചെന്താമര ഏതായാലും ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇനിയിപ്പോൾ 15-ാം തീയതി കേസിന്റെ ശിക്ഷാവിധി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളോ മറ്റോ ഒന്നുമില്ല എന്ന് ജില്ലാ സൈക്കോളജിസ്റ്റ് തന്നെ ഇന്ന് കോടതി മുമ്പാകെ റിപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എന്ത് തരത്തിലുള്ള ശിക്ഷാവിധിയായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ കേസിൽ ഇനിയിപ്പോൾ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രതിക്ക് നൽകാൻ ഈ കോടതി തയ്യാറാവുമോ എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. കാരണം അപൂർവമായ കേസ് എന്നുള്ള നിലയ്ക്ക് ഈ പ്രതിക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അഭിഭാഷകരും മറ്റുമൊക്കെ പറയുന്നത്. ഏതായാലും 4th ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജിന്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു വിധി പ്രസ്താവം ഉണ്ടാവുമോ 15-ാം തീയതി എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിച്ച് ആദ്യം തന്നെ ഈ കേസ് പരിഗണിക്കുന്നു. അതിനുശേഷം ചെന്താമര കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നു. ആ ചെന്താമര കുറ്റക്കാരനാണെന്ന് വിധിച്ചതിന് ശേഷം പിന്നീട് ചെന്താമരയോട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ചെന്താമര തന്നെ തൂക്കിക്കൊന്നോളാൻ കോടതിയോട് പറയുന്നു. അതിനുശേഷം ജില്ലാ സൈക്കോളജിസ്റ്റ് ഉൾപ്പെടെ ഈ ചെന്താമരയ്ക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അതിന് ശേഷം ഏതായാലും പ്രതിയെ പുറത്തേക്ക് ഇറക്കി വീണ്ടും ജയിലിലേക്ക് മാറ്റുന്നതിനിടയിൽ മാധ്യമങ്ങൾ നിരന്തരം ആവർത്തിച്ച് ചെന്താമരയോട് പ്രതികരണങ്ങളൊക്കെ തേടിയെങ്കിലും യാതൊരു പ്രതികരണത്തിലും ചെന്താമര തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഏതായാലും ഈ കോടതി നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത് ഈ ഒരു കൊല്ലപ്പെട്ടിട്ടുള്ള സുധാകരൻ, അതുപോലെ തന്നെ സുധാകരൻ്റെ മക്കൾ എന്ത് പ്രതികരണമാണ് ഇനി ഇപ്പോൾ കോടതി വിധിയിൽ അവർ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് അവർ നടത്തുന്നത് എന്നുള്ളതാണ് ഒന്ന് അറിയേണ്ടതായിട്ടുള്ളത്. മറ്റൊന്ന്, ഈ കേസിൽ ഇനിയിപ്പോൾ പ്രോസിക്യൂഷൻ എന്താണ് പറയാൻ പോകുന്നത് എന്നും കൂടെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഏതാനും നിമിഷങ്ങൾക്കകം ഈ കുടുംബവും അതുപോലെ തന്നെ പ്രോസിക്യൂട്ടറും ഒക്കെ പുറത്തേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.